ഇന്ന് നമുക്ക് ചില്ലായിട്ടിരുന്ന് കാണാൻ പറ്റിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹാപ്പി അടിപൊളി സിനിമ കാണാം. പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ 1, 2, 3 ഈ അടുത്ത് പുറത്തിറങ്ങിയ ഗുഡ് ലക്ക്, ഹാവ് ഫൺ, ഡോണ്ട് ഡൈ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സൈക്കോളജിക്കൽ ത്രില്ലർ ദ ക്യൂർ ഫോർ വെൽനസ്, ഹൊറർ മൂവിയായ ദ റിംഗ്, ഇങ്ങനെ കുറേയധികം ജോണേഴ്സ്, ആക്ഷൻ, അഡ്വഞ്ചർ, കോമഡി, ഹൊറർ, ആനിമേഷനും ത്രില്ലർ, ഡ്രാമ, ഫാന്റസി, മിസ്റ്ററി തുടങ്ങി ഒട്ടനവധി ജോണേഴ്സ് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള ഗോർ വെർബിൻസ്കിയുടെ ഒരു അടിപൊളി ആനിമേഷൻ പടം റാങ്കോ. നമ്മുടെ കഥാനായകൻ ഓന്ത് താൻ ജീവിക്കുന്ന ടെറേറിയത്തിൽ അഭിനയിച്ച് തകർക്കുകയാണ്. വലിയ നടനാവണമെന്നുള്ള ആഗ്രഹം മാത്രം കൊണ്ട് നടക്കുന്നവനല്ല, അതിനുള്ള കഴിവുമുള്ളവനാണ്. നിഷ്പ്രയാസം ഓരോരോ റോളുകൾ മാറി മറിഞ്ഞ് കൃത്യം മീറ്റർ പിടിച്ച് ചെയ്യുന്നത് കണ്ടാൽ അറിയാം ആൾ എവിടെയെങ്കിലുമൊക്കെ എത്തും. ആളുടെ കഴിവിനനുസരിച്ച് നായകനിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ആളിപ്പോൾ ജീവിക്കുന്ന ടെറേറിയത്തിലുള്ള ആൾക്ക് കളിക്കാൻ അവർ കൊടുത്തിട്ടുള്ള ടോയ്സ് ഒക്കെ കഥാപാത്രങ്ങളാക്കി തന്റെ നായികയെ അതിക്രൂരന്മാരായ വില്ലന്മാരിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന നായകനായി അദ്ദേഹം തിളങ്ങി. ഇത്രയും കഴിവുള്ള ഇദ്ദേഹം എന്തുകൊണ്ട് എങ്ങും എത്തുന്നില്ല എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഇപ്പോൾ മനുഷ്യരുണ്ടാക്കിയ ഒരു ടെറേറിയത്തിലാണ്. ഇവിടുന്ന് പുറത്തു പോകാൻ ആൾക്ക് അനുവാദമില്ല. തന്റെ കഴിവുകൾ ലോകമറിയാതെ പോകുമല്ലോ എന്നുള്ള വിഷമത്തിൽ ഒരു ശോകഗാനമൊക്കെ പാടി അവൻ ഗേൾഫ്രണ്ട് ആയിട്ട് കരുതുന്ന അതിനകത്ത് തന്നെയുള്ള ഒരു ടോയിയുടെ കൂടെ കളിച്ച് അങ്ങനെ ജോളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓന്ത്. ഇതിനിടെ ആൾക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം കിട്ടി. ഇദ്ദേഹം അകപ്പെട്ട് കിടക്കുന്ന ഈ ടെറേറിയം വാഹനത്തിൽ മറ്റങ്ങോട്ടോ കൊണ്ടുപോകുമായിരുന്നു. ലൈറ്റ് അടിച്ചാൽ റോഡിന്റെ വീതി കൂടുമെന്ന് വിചാരിക്കുന്ന ബുദ്ധിമാന്മാർ അവിടെയും ഉള്ളത് കൊണ്ട് വാഹനം കാര്യമായിട്ടൊന്ന് വെട്ടിക്കേണ്ടി വന്നു. ടെറേറിയം വണ്ടിയിൽ നിന്ന് തെറിച്ച് താഴെ വീണ് പൊട്ടി. അങ്ങനെ നമ്മുടെ കക്ഷി ഏതോ മരുഭൂമിയിൽ എത്തിപ്പെട്ടു. മുന്നോട്ട് നോക്കിയാലും പുറകോട്ട് നോക്കിയാലും റോഡ്, രണ്ട് സൈഡിലും മരുഭൂമി. എന്തൊരു വിധി ഇത്! ആക്ടർ ആവണമെന്ന് ആഗ്രഹിച്ച നമ്മുടെ ആളിപ്പോൾ നട്ട് റോഡിൽ പൊരി വെയിലത്ത് നിൽക്കുന്നു. കുറച്ച് ദൂരെ നിന്നൊരു ശബ്ദം കേൾക്കാം. എന്താണെന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ അവിടെ റോഡിലെ ഒരു ആർമഡില്ലോ വീണ് കിടക്കുന്നു. വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചില്ലേ, അന്നേരം ഇതിന്റെ മണ്ടക്കൂടെ വണ്ടി കയറിപ്പോയി. പാതിക്ക് വെച്ച് ടയർ കയറിയ പാടുമായിട്ട് റോഡിൽ അങ്ങനെ വീണ് കിടക്കുന്ന ഇത് നമ്മുടെ ഹീറോയുടെ അടുത്ത്, ഒന്ന് വേഗം വാടാ, എന്നെ ഒന്ന് റെഡിയാക്കി എടുക്ക്, റോഡ് ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യ്. അപ്പോൾ നീയാണ് റോഡിൽ പ്രശ്നം ഉണ്ടാക്കിയത്. നീ കാരണം ഞാനിപ്പോൾ ഈ അവസ്ഥയിലായി. ഞാനൊരു വലിയ ആക്ടറാണ്. എന്റെ ഫ്രണ്ട്സ് എല്ലാം ഞാൻ അഭിനയിക്കുന്ന കാണാൻ കാത്തിരിക്കുവാണ്. അന്നേരം താണ്ടെ വണ്ടിയുടെ അടി വന്ന് കയറിയേക്കുന്നു. ഇനി ഞാൻ എങ്ങനെ അഭിനയിക്കും? ഡേയ്, ഒരു അപകടം പറ്റി വീണ് കിടക്കുവാണ്, വെറുതെ ചിരിപ്പിക്കില്ലേ. നീ ഒരു ആക്ടറാണ് പോലും, പിന്നെ നിനക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്ന്. നിനക്ക് ഫ്രണ്ട്സ് പോയിട്ട് ഒരൊറ്റ ഫ്രണ്ട് പോലും ഉണ്ടാവത്തില്ല. വെറുതെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. അല്ല, അത് പിന്നെ നീ പറയുന്ന പോലെ ഒന്നും അല്ല. ഇതിപ്പം ഭയങ്കര ചൂടല്ലേ. ഇതേ എന്റെ സ്കിന്ന് നോക്ക്. രാവിലെ സൺസ്ക്രീൻ പോലും ഇടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, അതുകൊണ്ട് സംസാരിച്ചപ്പോൾ മാറിപ്പോയതാണ്. നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല. ഓ ശരി, ഇപ്പൊ നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന ആർമഡല്ലോ പറഞ്ഞപ്പോൾ നമ്മുടെ ആൾ അതിന്റെ മുകളിൽ കയറി ടയർ കയറി ഒട്ടിപ്പോയ ഭാഗം വലിച്ചെങ്ങനെയെങ്കിലും കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിനും മുന്നേ വേറൊരു വാഹനം അതുവഴി പാസ് ചെയ്തത് കൊണ്ട് നമ്മുടെ ആൾ ആ കാറ്റിൽ തെറിച്ചങ്ങ് പോയി. എന്ത് ചെയ്യാം, ദാഹിച്ച് തൊണ്ട പറ്റിയ ഒരു അവസ്ഥയിൽ കിടക്കുകയാണ്. അന്നേരം എന്തേ മറ്റൊരു ആർമഡല്ലോ ഇവന്റെ അടുത്ത് വന്ന്, എന്ത് വെള്ളം വേണോ? വെള്ളം വേണമെങ്കിൽ നീ ആദ്യം ഡേർട്ട് കണ്ടുപിടിക്കണം. ടൗണിൽ പോക്കോ. ടൗൺ എന്ന് കേട്ടോ നമ്മുടെ ആൾ ചാടി എണീറ്റ്, എവിടെ ടൗൺ, എങ്ങോട്ട് പോകണം, വെള്ളം എവിടെ കിട്ടും എന്നൊക്കെ ചോദിച്ച ഒരേ ബഹളം. ഇതുവഴി പോയാൽ മതി, നീ ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കാത്തതും ഒക്കെ നടക്കും. നിന്റെ തത്വമൊന്നും കേൾക്കണ്ട, ഞാൻ പൊക്കോളാം എന്നും പറഞ്ഞ് നമ്മുടെ ആൾ നടക്കാൻ തുടങ്ങി. കുറച്ചധികം ദൂരമുണ്ട്. ഇവനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തെ യാത്രയുണ്ട്. എന്നാലും കുഴപ്പമില്ല. അയാൾ പറഞ്ഞ ഡേർട്ട് എന്നറിയപ്പെടുന്ന ടൗണിൽ ചെന്ന് ഒരിറ്റി വെള്ളം കുടിക്കാൻ പറ്റിയാൽ മതി. ഇപ്പോൾ ഒരു വെയിലത്ത് നടന്ന് തളർന്ന ഒരു പരുവമായി അങ്ങനെ ചെല്ലുമ്പോൾ ഒരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ അതൊരു ക്യാക്ടസ് ആണ്. ഡേ സംസാരിച്ചത് അതല്ല, ഞാനാണ്. താണ്ടി ഒരു മൃഗം നിലത്തോട് പറ്റി ചേർന്ന് അങ്ങനെ കിടക്കുന്നു. അനങ്ങാതെ എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നോ ഇല്ലേ പണി കിട്ടുമെന്ന് പറഞ്ഞ് നാവെടുത്തില്ല. ഒരു കഴുകൻ ഇങ്ങനെ മുകളിലൂടെ പറന്നു പോകുന്നുണ്ട്. ഇവരെ പോലെയുള്ള ചെറിയ ജീവികളെ കണ്ടാൽ വിടുവോ? അതിന്റെ കണ്ണിപ്പെടാതെ എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നാൽ രക്ഷപ്പെടാം. പേടിച്ചു കുറച്ച് നമ്മുടെ ഒന്ന് ഇവനോട് ഒളിക്കാൻ പറഞ്ഞ മൃഗത്തിന്റെ അടുത്ത് വന്നിരുന്ന് കളർ മാറ്റും. ഇതിനു മുന്നേ ഇങ്ങനെ കളർ മാറ്റി എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണോ എന്തോ പല കളറിൽ മിന്നിത്തിളങ്ങി മുകളിൽ കൂടെ പോയ കഴുകനെ വിളിച്ചു വരുത്തി. ഓടിക്കോ, വേറെ വഴിയില്ല. അങ്ങനെ ചെല്ലുമ്പോൾ അവിടെ കിടന്നൊരു കുപ്പി കണ്ട് അതിനകത്ത് ചാടി കയറി. ഇവൻ ഇതിന്ന് പുറത്തിറങ്ങാത്ത പക്ഷം കഴുകനൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ എന്നുള്ള അഹങ്കാരം കൊണ്ട് കുറെ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. എന്നാൽ കഴുകൻ ആരാമോൻ, പുള്ളി കുപ്പി മുഴുവൻ പൊക്കിയെടുത്ത് മുളിന്ന് താഴെയിടും പൊട്ടിക്കാൻ. ബട്ട് സ്റ്റിൽ നമ്മുടെ ഓന്തിന്റെ ഭാഗ്യത്തിന് കുപ്പി ചെന്ന് വീഴുന്നത് താഴെ കിടന്നൊരു തവളയുടെ മണ്ടയ്ക്കാണ്. കുപ്പി പൊട്ടിയില്ല. തവളയെയും കഴുകൻ സ്പോട്ട് ചെയ്തു. രണ്ടുപേരും ഓട്ടത്തോടോട്ടം. ഒരാൾ കുപ്പിക്കകത്തും മറ്റേ ആൾ പുറത്തും. അങ്ങനെ പോണ പോക്കില് ഒരു കല്ല് തട്ടി കുപ്പി പൊട്ടുന്നുണ്ട്. സ്റ്റിൽ ഭാഗ്യം നമ്മുടെ ഓന്തിനെ തുണച്ചു. കഴുകൻ ആ തവളയെ പിടിച്ചുകൊണ്ടുപോയി. അന്ന് രാത്രി നമ്മുടെ ആള് ഒരു പൈപ്പിനകത്താണ് കയറി കിടന്നുറങ്ങുന്നത്. സ്വപ്നത്തിൽ വെള്ളം പൊങ്ങുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. വേറൊന്നുമല്ല, പൈപ്പിൽ എവിടുന്നോ വന്ന വേസ്റ്റ് വെള്ളത്തിൽ ഇവനും തെറിച്ച് താഴെ വീണതാണ്. പുള്ളിക്കാരൻ ആക്രാന്തം മൂത്ത് വെള്ളം കുടിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വറ്റിപ്പോയി. ഇതിനിടെ പുള്ളിക്കാരൻ ഒരു കാല് കണ്ടു. അത് ആരുടെയാണെന്ന് തലയുയർത്തി നോക്കിയപ്പോൾ ഇവന് നേരെ തോക്കൊക്കെ ചൂണ്ടി, വെള്ളമില്ലാതെ വലയുന്ന ഞങ്ങളുടെ നാട്ടിൽ വെള്ളം ഒഴിച്ച് കളിക്കുന്നു. ആറാ നീ? എന്താടാ ഉദ്ദേശം? എന്താ നിന്റെ റോള്? ഈ എന്നു റോളോ?
ഓ എനിക്ക് മനസ്സിലായി, ഞാൻ മ്യൂസിക്കൽ മിസ്റ്ററി രണ്ടിലും ചെയ്യും. വെറുതെ ഇങ്ങനൊരു ഭ്രാന്തന് നേരെ തോക്ക് ചൂണ്ടി സമയം കളഞ്ഞല്ലോ എന്നുള്ള മട്ടിൽ പുള്ളിക്കാരി അവിടെ നിന്ന് മാറിപ്പോവാണ്. ഹലോ എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ പേരെന്താണ്? ഇവളുടെ പേരാണ് ബീൻസ്, മീറ്റ് മിസ് ബീൻസ്. നമ്മുടെ ഹീറോയിനാണ്. ഇപ്പൊ കറന്റ് പച്ച കളറിലിരിക്കുന്ന അവനെ പോലെ ഒരു ലക്ഷ്യവും ഇല്ലാതെ നടക്കുന്നവളല്ല. ഇവരുടെ ടൗണിൽ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാൻ നിരന്തരം ശ്രമിക്കുന്ന ഒരു കക്ഷിയാണ് ബീൻസ്. നമ്മുടെ ഓന്തുകുട്ടൻ ബീൻസിന്റെ പുറകെ കൂടി അത് ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് പുള്ളിക്കാരി അങ്ങ് സ്റ്റക്കായി പോകും. കാരണം പുള്ളിക്കാരി ഒരു ഇഗ്വാനയാണ്. അവരുടെ ഡിഫൻസ് മെക്കാനിസം അങ്ങനെയാണല്ലോ. എന്തെങ്കിലും അപകടമൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റക്കായിട്ട് അങ്ങ് നിന്ന് പോകും. ബീൻസ് നിന്ന് പോയതും നമ്മുടെ ആൾ നൈസായിട്ട് അവളുടെ തോളിലൊക്കെ കൈയിട്ട് നീ അവളോ അഴകെ എന്നുള്ള മട്ടിൽ വരുമ്പോൾ വീണ്ടും അവൾ ആക്റ്റീവായി സംസാരിക്കുന്നു. എന്താ ഉദ്ദേശം? നീ കയ്യിൽ നിന്ന് മാറ്റിക്കേ. ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കാനാണെങ്കിൽ വെള്ളം കിട്ടാതെ ചത്തുപോകത്തേ ഉള്ളൂ. സർവൈവ് ചെയ്യണമെങ്കിൽ എൻ്റെ കൂടെ ടൗണിൽ വരുന്നതാണ് നല്ലത്. കേൾക്കേണ്ട താമസം നമ്മുടെ ആൾ ചാടി കയറി അവളുടെ വണ്ടിയിലിരുന്നു. അങ്ങനെ ഇരുവരും നേരെ ടൗണിലേക്ക്. ഇതാണ് ഡേർട്ട് ടൗൺ. ഇവിടെ ജീവിക്കുന്ന ആനിമൽസ് എല്ലാം വലിയ ബുദ്ധിമുട്ടിലാണ്. എല്ലാ ദിവസവും ഒന്നും വെള്ളം കിട്ടത്തില്ല. ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ വന്നു. കൃഷിയൊന്നും നടക്കുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പലരും ടൗൺ വിട്ട് പോകുന്നതൊക്കെ കാണാം. നമ്മുടെ ആൾ ഇതൊന്നും അറിയാതെ ഇങ്ങോട്ട് വന്ന് കയറിയതും കൊച്ചു പിള്ളേര് വരെ കളിയാക്കി വിടുന്നുണ്ട്. സ്ട്രേഞ്ചേഴ്സ് ഒന്നും ഈ ടൗണിൽ അധികം സർവൈവ് ചെയ്യില്ല എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നത് കാണാം. ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ബീൻസ് കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ ഇവനെ മൈൻഡ് ആക്കാതെ കയറിപ്പോയി. പുറത്തുനിന്ന് വന്നവനായതുകൊണ്ടാവാം ആളുകളുമായിട്ടൊന്ന് ഇടപഴകി സെറ്റാകുമ്പോൾ എല്ലാം റെഡി ആയിക്കോളൂ എന്ന് കരുതി കുറച്ചുപേരെയൊക്കെ അനുകരിച്ച് ശ്രമിക്കുന്നുണ്ട്. എല്ലാം പാളിപ്പോയി. ടൗണിലുള്ള ഒരു ബാറിനകത്ത് കയറി ആള് ചെന്നപാടെ വെള്ളം ചോദിച്ചു. എല്ലാവരും പൊട്ടിച്ചിരിച്ച് ഇവനെ കളിയാക്കി. ഇവരെ ഒരു തുള്ളി വെള്ളമില്ലാതെ ബുദ്ധിമുട്ടിലാണ്. വെള്ളമൊന്നുമില്ല, വേണേ കാക്ടസ് ജ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞ് അതെടുത്തു കൊടുത്തു. ആരാണ് ഇവൻ എവിടുന്ന് വരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ അവന്റെ ഉള്ളിലെ കലാകാരൻ അങ്ങ് ഉണർന്നു. ജ്യൂസിന്റെ കുപ്പിയിൽ എഴുതിയിരുന്ന അക്ഷരങ്ങളിൽ നിന്ന് കടമെടുത്ത് തന്റെ പേര് റാങ്കോ എന്ന് പറഞ്ഞു. ഞാൻ ആരെന്നറിയോ? അങ്ങ് വെസ്റ്റീന്ന്, അങ്ങ് ഹൊറൈസൺ അപ്പുറം, സൂര്യൻ അസ്തമിക്കുന്നതിനും അപ്പുറത്തുള്ള നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ രാവിലെ എണീറ്റാൽ തന്നെ ഒരുത്തനെ തട്ടാറാണ് പതിവ്. ഉപ്പും മുളകും കൂട്ടി അവനെയും തിന്നുകൊണ്ടാ പൊതുവേ ഞാൻ തുടങ്ങാറ്. ജംഗിം ബ്രദേഴ്സിനെ ഒരൊറ്റ ബുള്ളറ്റ് കൊണ്ട് തീർത്ത ഒരാളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. വേറെ ആരുമല്ല, അത് ഞാൻ തന്നെയാണ്. ഈ ബിൽഡപ്പിൽ ഇവിടെയുള്ള മൃഗങ്ങളെല്ലാം വീണു. ഇവൻ ഭയങ്കര വേറെ ലെവൽ ടെറർ പുള്ളിയാണെന്ന് അവർ വിചാരിച്ചു. ഇതേസമയം നമ്മുടെ ഹീറോയിൻ ബീൻസ് ബാങ്കിൽ ചെന്ന് ജനങ്ങളെല്ലാവരെയും സഹായിക്കാൻ ആവശ്യപ്പെടുവാണ്. ഇവരുടെ ബാങ്കിൽ വെള്ളമാണ് സൂക്ഷിക്കാറ്. പൊതുവെ ബാങ്കിൽ എപ്പോഴും ഒരു കരുതൽ ശേഖരം ഉണ്ടാവും. അത് വെച്ച് ഈ ദുരിതകാലം മറികടക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ബീൻസ് സംസാരിക്കുമ്പോൾ ബാങ്ക് മാനേജർ ഇവളെ കൂട്ടിക്കൊണ്ടുപോയി ലോക്കർ തുറന്ന് അവർക്കുള്ള വെള്ളം കാണിച്ചു കൊടുക്കുന്നു. പരമാവധി ഒരു 5-6 ദിവസം അത്രയും ഉപയോഗിക്കാനുള്ള വെള്ളം മാത്രമേ ഇപ്പൊ ബാങ്കിൽ പോലും ഉള്ളൂ. ഇത് വലിയ പ്രശ്നമാണല്ലോ. ആദ്യമായിട്ടാണ് ഇവർ ഇത്ര വലിയ ദുരിതം നേരിടുന്നത്. ബീൻസിന് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഇവർക്ക് കിട്ടേണ്ട വെള്ളം എവിടെയോ തടഞ്ഞു വെച്ചിരിക്കുന്നതായിട്ട് പുള്ളിക്കാരിക്ക് ഒരു സംശയമുണ്ട്. അതിനെപ്പറ്റി മേയറോട് സംസാരിക്കണമെന്നും പറയുന്നുണ്ട്. മീൻ ടൈം നമ്മുടെ റെങ്കോ ഇവിടെ ഇമാജിനറി സാഹസകഥകൾ പറഞ്ഞ് ബാക്കിയുള്ളവരെ കയ്യിലെടുക്കുകയാണ്. നിങ്ങൾക്കറിയോ, ഒരൊറ്റ ബുള്ളറ്റ്, 1 സിംഗിൾ ബുള്ളറ്റ് വെച്ച് 2 പേരെ തട്ടി ആ ബുള്ളറ്റ് ചെന്നൊരു കോടാലിയിൽ കൊണ്ട് കോടാലി കറങ്ങി മൂന്നാമത്തവന്റെ തലയിൽ വീണ്, അവൻ ചെന്നൊരു പലകയിൽ വീണ് പലക തെറിച്ച് റൂഫിൽ തട്ടി 2 പേരുടെ മണ്ടയ്ക്ക് വീണ്, റൂഫും പൊളിഞ്ഞ് വേറൊരുത്തന്റെ മണ്ടയ്ക്ക് വീണു. എല്ലാ എണ്ണത്തിനെയും ഒരൊറ്റ ബുള്ളറ്റ് കൊണ്ട് ഞാൻ തീർത്ത് കളഞ്ഞതാണ്. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാലും കൂട്ടത്തിൽ ഒരാള്, അല്ല നീ ആദ്യം 7 പേരെന്നല്ലേ പറഞ്ഞേ, ഇതിപ്പോ 6 പേരല്ലേ മരിച്ചുള്ളൂ. അത് പിന്നെ ഈ 7ാമത്തവൻ ഇൻഫെക്ഷൻ വന്ന് ചത്തുപോയി എന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ കുറെ പൊട്ടന്മാർ. എല്ലാ എണ്ണം കൂടെ റെങ്കോ എന്ന് ആർത്ത് വിളിച്ച് അവനെ സെലിബ്രേറ്റ് ചെയ്യുന്നു. കറക്റ്റ് ഈ സമയത്ത് തന്നെ കൊള്ളക്കാര് ബാറിൽ അതിക്രമിച്ച് കയറി. റെങ്കോ ആകെപ്പെട്ടു. വന്നിരിക്കുന്ന കൊള്ളക്കാരുടെ കയ്യിൽ നിറയെ തോക്കുകളാണ്. എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് അറിയാതെ ആള് മൈൻഡ് ആക്കാതെ അവിടെ തന്നെ അങ്ങനെ നിന്നു. ഇവന്റെ ഈ നിപ്പ് കണ്ട് മെയിൻ കൊള്ളക്കാരൻ അടുത്ത് വന്ന് ഇവനെ നോക്കി ഇങ്ങനെ സിഗരറ്റ് വലിക്കുമ്പോൾ എന്ത് വിചാരിച്ചെന്നറിയത്തില്ല, റെങ്കോ സിഗരറ്റ് പിടിച്ചു വാങ്ങി സ്വന്തം വായിലിടും. ബാർടെൻഡർ ഒഴിച്ചു വെച്ച കാക്ടസ് ജ്യൂസ് എടുത്ത് റെങ്കോ വായിലോട്ട് ഒഴിച്ചതും നേരത്തെ വായിലിട്ട് സിഗരറ്റും ഇതും കൂടെ മിക്സായി ഡ്രാഗണൊക്കെ തീ തുപ്പുന്ന പോലെ കൊള്ളക്കാരന്റെ മുഖത്തേക്ക്. വെപ്രാളത്തിൽ കുറച്ചുകൂടെ ജ്യൂസ് എടുത്ത് ഒഴിച്ചപ്പോൾ മൊത്തത്തിലങ്ങ് തീ കത്തി. അയാൾക്ക് ദേഷ്യമായി. ഇവൻ ഇത്ര ഗ്യാങ്ങിൽ ഇന്ന് 2-ൽ ഒരാളെ ബാക്കിയാവും എന്നുള്ള മട്ടില് ഷോ ഡൗൺ വിളിച്ചു. വിജനമായ തെരുവ്. ഒരു സൈഡിൽ റെങ്കോ, ഒരു സൈഡിൽ കൊള്ളക്കാർ ടീം. റെങ്കോയുടെ കയ്യിലും കൊള്ളക്കാർ ഗ്യാങ്ങിന്റെ കയ്യിലും തോക്കുകളുണ്ട്. ആരും വെടികൊണ്ട് വീഴുമെന്നറിയാൻ ചുറ്റുമുള്ള എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നു. നേരവണ്ണം ബുള്ളറ്റിൽ ഓടിയാൻ പോലും അറിയാത്ത നമ്മുടെ റെങ്കോ, ഇപ്പൊ വെടിവെക്കരുത്, ബുള്ളറ്റിൽ ഓടിയിട്ട് നിനക്കൊന്നും എന്നെ അറിഞ്ഞൂടാ, ഇത് നിന്റെ ലാസ്റ്റ് ചാൻസാ, വേണേ ഓടിപ്പൊക്കോ, ഇമാതിരിയൊക്കെ ഡയലോഗ് അടിച്ച് ഷോ കാണിച്ച് നിൽക്കുമ്പോൾ ദേ കൊള്ളക്കാർ ഗ്യാങ് എന്തോ കണ്ട് പേടിച്ച് മാറിപ്പോകുന്നു. വാട്ട്, അത്രേ ഉള്ളൂ? നീയൊക്കെ ഇത്രേ ഉള്ളൂ? ഞാനന്ന് ബുള്ളറ്റിൽ ഓടിയപ്പോഴത്തേക്ക് പേടിച്ച് മാറിപ്പോയിരുന്നു. ഇനി ഈ ടൗണിൽ എന്റെ റൂൾസ്. രാവിലെ ഞാൻ എണീക്കുമ്പോഴേ എന്റെ ഷൂ പോളിഷ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവച്ചേക്കണം. കഴിക്കാൻ ഫുഡ് വിത്ത് ഹോട്ട് കോഫി. ഇനി ഇവിടെ ഞാൻ മതി, ഞാൻ മാത്രം മതി എന്നൊക്കെ അഹങ്കാരത്തിൽ പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നേരത്തെ ഇവനെ ഒത്തിരി ഇട്ട് ഓടിച്ച കഴുകൻ പിന്നെയും എനിക്കൊന്ന് റെസ്റ്റ് റൂം പോകണമെന്ന് പറഞ്ഞ് നേരെ പോയി റെസ്റ്റ് റൂമിൽ കയറി. വൺസ് അഗെയിൻ കഴുകനാരാമോൻ. പുള്ളി റെസ്റ്റ് റൂം മൊത്തത്തിലും കീറിക്കളഞ്ഞു. ഉയിര് വേണേ ഓടണം, വേറെ വഴിയില്ല. ജീവനും കൈപ്പിടിച്ചുള്ള ഓട്ടമാണെങ്കിലും ടൗണിലുള്ള ഇത് കാണുന്ന ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് അതവന്റെ തന്ത്രമാണ്, രാജതന്ത്രമാണ്. ഇപ്പൊ കഴുകനെ മലർത്തിയടിക്കുമെന്നൊക്കെ. റെങ്കോ ഓട്ടത്തോടോട്ടം ഓടി ഓടി ഒരു പോയിന്റിൽ ഒരു കയറൊക്കെ മേത്ത് കുരുങ്ങി. ഇത് നല്ലൊരു അവസരമാക്കി കഴുകൻ ആ കയറിന്റെ അറ്റത്ത് പിടിച്ച് വലിച്ച് അവനെ മൊത്തത്തിൽ ഇങ്ങ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ റെങ്കോ തോക്കെടുത്ത് കയറിൽ ഷൂട്ട് ചെയ്ത് ഇതങ്ങ് പൊട്ടിച്ചു. എന്നാൽ ബുള്ളറ്റ് 1-2 തവണ റീഡയറക്റ്റ് ആയി. ഇവർ വെള്ളം ശേഖരിച്ച് വെക്കാറുള്ള വാട്ടർ ടാങ്കിന്റെ കണക്ഷനും
അങ്ങ് പൊട്ടിപ്പോയി. അതെല്ലാം കൂടെ വന്ന് കഴുകന്റെ മണ്ടയ്ക്ക് വീണു. ഇതോടെ കഴുകൻ വഴിയായി. നഗരത്തിൽ ഇപ്പോൾ വെള്ളമില്ലല്ലോ. വാട്ടർ ടാങ്കിനകത്ത് കുറെ മണൽ ഡേർട്ടായിരുന്നു. അങ്ങനെ കഴുകനെ കൊന്നു ഇവരുടെ ഹീറോ ആയി മാറി റംഗോ. നേരത്തെ പുള്ളിക്കാരൻ പറഞ്ഞ കഥയിലെ പോലെ ഒരൊറ്റ ബുള്ളറ്റ് കൊണ്ട് തന്നെക്കാളും എത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ശത്രുവിനെയാണ് മലർത്തിയടിച്ചത്. ഇവൻ ഇനി തങ്ങളുടെ നാടിനെ രക്ഷിക്കും. ഇപ്പം നേരിടുന്ന പ്രശ്നങ്ങളിൽ നോക്കി ഇവൻ തങ്ങളുടെ നാടിനെ രക്ഷിക്കുമെന്ന് അവർ വിശ്വസിക്കുകയാണ്. അവരെല്ലാം നമ്മുടെ റാങ്കോയെ മേയറിന്റെ അടുത്ത് കൊണ്ടുചെല്ലുന്നു. നമ്മുടെ ബീൻസും ഇവിടെയൊക്കെ തന്നെയുണ്ട്. പുള്ളിക്കാരിയും മേയറിന്റെ അടുത്ത് വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇവൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു റെസ്പോൺസ് അല്ല മേയറിന്റെ സൈഡിൽ നിന്നുണ്ടാകുന്നത്. മേയർ റംഗോയെ വെൽക്കം ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് കളക്ഷനിലുള്ള വാട്ടറൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നൊക്കെയുണ്ട്. ഇവനും കൂടെ കുടിക്കാൻ ഒഴിച്ചു കൊടുക്കുമെന്ന് കരുതി. പക്ഷേ രണ്ടാമത്തെ ഗ്ലാസ്സിൽ ഒഴിക്കുന്നതിന് മുമ്പ് ആള് മറ്റു പല കാര്യങ്ങൾ സംസാരിച്ച് അങ്ങനെ അങ്ങ് പോയി. റംഗോ ആയിട്ട് വാലും കൊണ്ട് വെള്ളം എടുക്കാൻ ശ്രമിച്ച് ആ ഗ്ലാസ് മൊത്തം താഴെയിട്ട് പൊട്ടിക്കുന്നുണ്ട്. സംഭവം മേയർ കാണാതെ മാനേജ് ചെയ്തു. ആളാവട്ടെ പുറത്തിറങ്ങിയ ആളുടെ ജനങ്ങളെയൊക്കെ കാണിച്ച് ഇവരെ കണ്ടില്ലേ, എത്രമാത്രം ബുദ്ധിമുട്ടിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. സ്റ്റിൽ അവർ മുന്നോട്ട് പോകുന്നില്ലേ? അതിന് കാരണം എന്താണെന്നറിയോ? അവർ വിശ്വസിക്കുന്നുണ്ട്. ഇന്നത്തേനേക്കാളും നാളെ ബെറ്റർ ആകുമെന്നുള്ള അവരുടെ വിശ്വാസം, അതാണ് അവരെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്. മിസ്റ്റർ റാങ്കോ, നിങ്ങളെയും ഇപ്പോൾ ഇവർക്ക് വിശ്വാസമാണ്. നീ ഞങ്ങളുടെ കൂടെ നിൽക്കില്ലേ, എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം നിൽക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഇവനൊരു ബാഡ്ജൊക്കെ കൊടുക്കുന്നുണ്ട്. റംഗോയെ കൺവിൻസ് ചെയ്തു എന്ന് തന്നെ പറയാം. കാരണം ഈ മേയർ അത്ര നല്ലവനൊന്നുമല്ല. ഇയാളുടെ ആളാണ് ആ കൊള്ളക്കാരനൊക്കെ. ഇയാൾ എന്തൊക്കെയോ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. ജനങ്ങൾ ഒട്ടുമിക്കവർക്കും മേയറിനെ വിശ്വാസമാണ്. ആൾ ഇവർക്ക് നല്ലതേ ചെയ്യൂ എന്ന് കരുതുന്നുണ്ട്. എന്നാൽ നമ്മുടെ ബീൻസ് അങ്ങനെയല്ല. കുറേയായി വെള്ളത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് മേയറിനോട് ശക്തമായി ഇടപെടണമെന്നും എന്തോ സംഭവിച്ചിട്ടുണ്ട്, ആരോ വെള്ളം തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കായായിട്ട് ഇടപെടൽ നടത്തുന്നുണ്ടല്ലോ. അതിനൊന്നും ഇത്രയും സീരിയസ് ആയിട്ടുള്ള പ്രശ്നം ഈ ടൗൺ നേരിടുന്ന സമയത്ത് പോലും മേയർ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാത്തതും അതിനെപ്പറ്റി അന്വേഷിക്കാത്തതും ഒക്കെ അവൾക്ക് നല്ല സംശയം ഉണ്ടാക്കുന്നുണ്ട്. അയാളും എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. ഉറപ്പായിട്ടും അയാൾ ജനങ്ങളെ പറ്റിക്കുകയാണെന്നൊക്കെ പലരോടും പറഞ്ഞു നോക്കുന്നുണ്ട്. ആരും ഇവള് പറയുന്നത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. മേയർ റംഗോയ്ക്ക് ബാഡ്ജൊക്കെ കൊടുത്ത് അവനെ ഇവിടുത്തെ പുതിയ ഷെരീഫാക്കിയല്ലോ. എന്നാൽ അവനോടെങ്കിലും ഈ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാമെന്ന് കരുതി ബീൻസ് ചെല്ലുമ്പോൾ അവിടെ അവന് പുതിയ ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള അളവെടുപ്പും ബഹളവും, പലർക്കും ഓട്ടോഗ്രാഫൊക്കെ കൊടുക്കുന്നുണ്ട്. അവൻ്റെ സെറ്റപ്പ് ഒക്കെ ഇങ്ങനെയായിരിക്കണം, ചെയർ അങ്ങനെയായിരിക്കണം, കൊട്ടാരം ഇങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയേ പോവാണ്. ബീൻസ് ഇവൻ്റെ അടുത്ത് ഇന്ന പോലെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ ടൗണിൻ്റെ ഷെരീഫായിട്ട് ഉത്തരവാദിത്വം ഇല്ലാതെ ഇങ്ങനെ നടക്കരുത്, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം, നമ്മളൊരു പ്രശ്നത്തിലാണ്, ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്വത്തോടെ ചെയ്യണം എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു വന്നപ്പോൾ അവൾ സ്റ്റക്കായിപ്പോയി. ഡിഫൻസ് സിസ്റ്റം ചുറ്റുമുള്ളവരൊക്കെ ഇതും പറഞ്ഞ് അവളെ കളിയാക്കും. ഒരല്പസമയത്തിന് ശേഷം വീണ്ടും പുള്ളിക്കാരെ നോർമലായി റംഗോയോട് ഇപ്പം നിങ്ങളുടെ അളവെടുത്തുകൊണ്ട് പോയില്ലേ, അതെന്തിനു വേണ്ടിയാണെന്ന് ശരിക്കും മനസ്സിലായിരുന്നോ? നൈസായിട്ട് തലയൊടിച്ച് അങ്ങോട്ടൊന്ന് നോക്കിക്കേ. നോക്കുമ്പോൾ ഇവന്റെ ലെന്തിലും വിട്ടിലും അവിടെ ഒരു ശവപ്പെട്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. നിനക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഷെരീഫുകളുടെ ഒക്കെ വിധി ഇതായിരുന്നു, സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഇറങ്ങി പോവാണ് ബീൻസ്. ഇവനൊന്നും അങ്ങ് കാര്യമായിട്ട് മനസ്സിലായില്ലെങ്കിലും നന്നായിട്ട് പേടിച്ചു. അന്നേരം തന്നെ മണി അടിച്ചു. ടൗണിലുള്ളവരൊക്കെ കുപ്പിയായിട്ട് പുറത്തിറങ്ങി. ഇന്നാണ് ടൗണിൽ വെള്ളം സപ്ലൈ ചെയ്യുന്ന ദിവസം. വരിവരിയായിട്ട് നിന്ന് ഒരു പ്രത്യേക രീതിയിൽ ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കൂട്ടത്തിൽ ഒരാൾ നമ്മുടെ റാങ്കോയോട് ഷെരീഫേ, നിങ്ങൾക്ക് ഇനി പണി കൂടുമല്ലോ, പ്രശ്നമായല്ലോ. അല്ല, നിങ്ങൾ ആ കഴുകനെ കൊന്നു കളഞ്ഞില്ലേ? കഴുകൻ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ റാറ്റിൽ സ്നേക്ക് ജയിക്ക് ടൗണിനകത്ത് വരാതിരുന്നത്. ഇപ്പൊ അവന് ശത്രുക്കളില്ല, ടൗണിൽ വരും. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അവനെ തടഞ്ഞു നിർത്താൻ പറ്റുമോ? അതിനിപ്പോ എന്താ, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു. ഒറ്റ ബുള്ളറ്റ് വെച്ച് 7 പേരെ തീർത്ത കഥയൊക്കെ ഞാൻ പറഞ്ഞല്ലേ. അതൊക്കെ കണ്ടാ മതി. അമോസും ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നേ. അതാര് അമോസ് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവര് കല്ലറ കാണിച്ചു കൊടുക്കും. ഈ പറഞ്ഞ അമോസ് ഉൾപ്പെടെ ഇതിനു മുമ്പ് ഇവിടുത്തെ ഷെരീഫായിരുന്ന പലരുടെയും കല്ലറകൾ അവിടെ കാണാം. ഈ ടൗണിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇവിടുത്തെ ഷെരീഫുകളൊക്കെ തുടർച്ചയായിട്ട് ഇങ്ങനെ കൊല്ലപ്പെടുവല്ലേ. തന്റെ വിധിയും ഇങ്ങനെയൊക്കെ ആകുമെന്ന് കരുതി നമ്മുടെ ആള് വല്ലാണ്ട് അങ്ങ് പേടിക്കുന്നുണ്ട്. പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ, ഇവരുടെ മുന്നിൽ വീരശൂര പരാക്രമിയായി പോയില്ലേ. ഇവരെല്ലാവരും നടന്നു ചെന്ന് ഒരു വലിയ പൈപ്പിന് താഴെയായിട്ട് അങ്ങനെ നിൽക്കും. ഇവരുടെ മേയർ വന്ന് ആമേനൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മുടെ ഷെരീഫിനോട്, നമ്മുടെ റംഗോയോട് മുന്നോട്ട് ചെല്ലാൻ ആവശ്യപ്പെടും. നഗരത്തിലെ പുതിയ ഷെരീഫാണല്ലോ, എല്ലാവർക്കും ഷെരീഫിനെ പരിചയപ്പെടുത്തി ആദ്യം വെള്ളം പിടിക്കാനുള്ള ചാൻസ് ആൾക്ക് തന്നെ കൊടുത്തു. എന്നാൽ ഇവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് പൈപ്പിൽ നിന്ന് വരുന്നത് വെള്ളമല്ല, ചെയറാണ്. എല്ലാ ആഴ്ചയും കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ അതുപോലും ഇല്ലാത്ത അവസ്ഥ. എല്ലാവർക്കും അങ്ങ് പേടിയായി. ഇതൊരു അപശകുനമാണ്, വലിയ ദുരന്തമാണ് കാത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ നമ്മുടെ ബീൻസ് ഇടയ്ക്ക് കയറി ബാങ്ക് മാനേജർ ഇവളെ കാണിച്ചു കൊടുത്ത കാര്യം അങ്ങ് തുറന്നു പറയും. ആകെ പോകെ വളരെ കുറച്ച് ദിവസത്തേക്കുള്ള വെള്ളം മാത്രമേ ബാങ്കിൽ പോലും സ്റ്റോർ ചെയ്തിട്ടുള്ളത്. പാനിക്കായി ഇവരെല്ലാം കൂടെ ബാങ്കിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഹീറോ ഗൺ ഫയർ ചെയ്ത് അങ്ങോട്ട് കയറി വരും. എല്ലാവരും ഒതുങ്ങി നിന്നേ, ഇവിടെ ഞാൻ എന്തിനാടാ ഷെരീഫ് എന്ന് പറഞ്ഞിരിക്കുന്നേ, ഇതൊക്കെ സോൾവ് ചെയ്യാനല്ലേ ഞാൻ, അങ്ങോട്ട് മാറി ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് ലോക്കർ തുറന്ന് അകത്ത് കയറി. ഇത്രയും വെള്ളം ഇവിടെ ഉണ്ടായിരുന്നോ? എല്ലാവരും ഇവിടെ നോക്കിക്കേ, ഇതിനകത്താകെ നമുക്ക് ഇത്രയും വെള്ളമേ ഉള്ളൂ. ഇതിന്ന് ഒരു കപ്പ് എടുത്ത് കുടിച്ചാൽ എന്ത് സംഭവിക്കും? അല്ല, നിങ്ങൾ പറ, ഇതിങ്ങനെ തുടർച്ചയായിട്ട് കുടിച്ചാൽ എന്ത് സംഭവിക്കും? വീണ്ടും ഒരു കപ്പ് കൂടെ എടുത്ത് ഞാൻ കുടിച്ചു കാണിക്കാം. ഇനിയെങ്കിലും നിങ്ങളൊന്ന് പറ, ഇങ്ങനെ കുടിച്ചാൽ എന്ത് സംഭവിക്കും? ബാക്കിയുള്ളവരൊക്കെ ഇവനെന്തോ വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യം പറയാൻ പോവാണ്, ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ പോവാണെന്നുള്ള മട്ടി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആർക്കും ഉത്തരവില്ലേ. ഇതുപോലെ നിങ്ങൾക്ക് അറിയത്തില്ലേ, ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്ന ടാങ്കിലെ വെള്ളം തീർന്നു പോകുമെന്ന്? ഇപ്പൊ തന്നെ ഒരു ദിവസം മുഴുവൻ ഉപയോഗിക്കാനുള്ള വെള്ളമാണ് ഞാൻ കുടിച്ചു തീർത്തത്. ഇമാതിരി അവസ്ഥയെ കിടക്കുന്ന ഈ ടൗണിൽ വന്ന് ഇവൻ ഇമാതിരി കോമാളിത്തരം കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അവന്റെ ആവശ്യത്തിനുള്ള വെള്ളം ഉപയോഗിച്ചു കഴിഞ്ഞ് നോക്ക്, ഇനി നമുക്ക് 5 ദിവസത്തേക്ക് കൂടിയുള്ള വെള്ളമുണ്ട്. അതിനർത്ഥം എന്താ? നമുക്ക് 5
ദിവസം സമയമുണ്ട്, ട്രസ്റ്റ് ദ പ്രോസസ്, വിശ്വസിക്കുക, തീർച്ചയായും നമ്മളൊരു വഴി കണ്ടുപിടിക്കും, അതിനല്ലേ ഞാനിവിടെ ഉള്ളതെന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും വിശ്വാസം കൊടുത്തു. ആളൊരു കോമഡി പീസാണ്. വെള്ളം കൊണ്ടുവരാൻ ആൾക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ലെന്നും വ്യക്തമാണ്. എന്നാലും ചുമ്മാ ആളുകളെ ഇങ്ങനെ പറഞ്ഞു നിർത്താനുള്ള കഴിവുണ്ട്. വലിയ ഷെരിഫ് കളിച്ച് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളിൽ ഇടപെട്ട് അങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം രാത്രി ബാങ്ക് കൊള്ളയടിക്കാനായിട്ട് രണ്ടുപേര് ശ്രമിക്കുന്നത് കണ്ടു. ഈ പൊട്ടൻ ഇതൊട്ടും മനസ്സിലായുമില്ല. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ? നിങ്ങളുടെ പെർമിറ്റ് കാണിച്ചേ. എന്താ മനസ്സിലായില്ലേ? ഈ സമയത്ത് പണിയെടുക്കാനുള്ള പെർമിറ്റ് കാണിക്കാൻ. കൊള്ളയടിക്കാൻ വന്നവർക്ക് എന്ത് പെർമിറ്റ്? ഇങ്ങനെ പകച്ചു കുത്തി അവന്മാരെ നോക്കി നിൽക്കുമ്പോൾ, പേടിക്കണ്ട, ഞാൻ പുതിയ ഷെരീഫാണ്, തൽക്കാലം ഞാൻ നിങ്ങൾക്ക് പെർമിറ്റ് തരാം. ഇനി എന്താ വേണ്ടേ? വർക്ക് ചെയ്യാൻ എക്യുപ്മെന്റ്സ് വല്ലതും വേണോ? ഒന്നും പേടിക്കണ്ട, ഈ ടൗണിന്റെ ഷെരീഫ് ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾ ഒട്ടും ബുദ്ധിമുട്ടില്ല, എല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. കഷ്ടപ്പെട്ട് ബാങ്ക് കൊള്ളയടിക്കാൻ വന്നവർക്ക് ഇവൻ പണി സിമ്പിൾ ആക്കി കൊടുത്തു. ആകെ 5 ദിവസത്തേക്കും കൂടി മാത്രം ബാക്കി ഉണ്ടായിരുന്ന വെള്ളവും അവന്മാർ ഊറ്റിക്കൊണ്ടുപോയി. അടുത്ത ദിവസം ബാങ്ക് കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ടാണ് ഇവൻ എണീറ്റ് വരുന്നത്. എല്ലാവരും ഒരു സൈഡിലോട്ട് മാറിയുന്നേ, ഇതിപ്പോ ഒരു ക്രൈം സീനാണ്, തെളിവുകളൊന്നും നഷ്ടപ്പെടരുത്, DNA ചെക്ക് ചെയ്യണം, യൂറിൻ ചെക്ക് ചെയ്യണം. മാർക്കേ ഞാൻ നോക്കട്ടെ. ഇന്നലെ ഇവൻ അവർക്ക് കൊടുത്ത പെർമിറ്റ് അവിടെ കിടന്ന് കിട്ടുന്നുണ്ട്. മറ്റൊരാളത് എടുത്തപ്പോൾ ഓടി ചെന്ന് പിടിച്ചു വാങ്ങി. ഇല്ല, ഇത് ഭയങ്കര പ്രധാനപ്പെട്ട തെളിവാണ്, അങ്ങനൊന്നും നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അതങ്ങ് മറച്ചു വെച്ചു. ജനങ്ങളെല്ലാവരും ആശങ്കയിലായി ചോദ്യം ചോദിക്കാൻ തുടങ്ങിയപ്പോൾ, നിങ്ങൾ ആരും ഒന്നും പറയണ്ട, എൻ്റെ അടുത്ത് പ്ലാനുണ്ട്. ഇതൊരു വലിയ ദൗത്യമാണ്, എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ആർക്കൊക്കെ തോക്ക് ഉപയോഗിക്കാൻ അറിയാം? ചോദിക്കേണ്ട താമസം ഇക്കൂട്ടത്തിലുള്ള സകല എണ്ണത്തിന്റെ കയ്യിലും, ചെറുതിന്റെയും വലുതിന്റെയും എല്ലാത്തിന്റെയും കയ്യിൽ തോക്കുണ്ട്. ഓക്കെ റൈറ്റ്, എന്നാൽ നമുക്ക് പുറപ്പെടാം. കുറേ ദൂരം അങ്ങനെ പോയി കഴിയുമ്പോൾ കൂട്ടത്തിൽ ഒരാൾ നമ്മളിത് എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് ഇവനെ ഇക്കാര്യം റിയലൈസ് ചെയ്യുന്നത്. പോയ വേഗത്തിൽ പുള്ളി തിരിച്ചു വന്ന് ഇതേ നഗരത്തിലുള്ള ഒരു ക്രോയോട്, അത് പിന്നെ നിങ്ങളെ ഞാൻ എൻ്റെ ഡെപ്യൂട്ടി ആയിട്ട് ചൂസ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് ഒരു സോഡാമൂടി എടുത്ത് പുള്ളിയുടെ നെഞ്ചത്ത് ബാഡ്ജായിട്ട് കുത്തി കൊടുക്കും. ഇവിടുന്ന് മോഷ്ടിക്കപ്പെട്ട വെള്ളം കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം ഇനി നിങ്ങൾക്കാണ് എന്ന് പറയുമ്പോൾ ആ പുള്ളിക്കാരൻ വഴി കാണിച്ചു കൊടുക്കും. അതായത് ആ കള്ളന്മാര് തുരന്ന് കയറി വന്ന വഴി, അതുവഴി പോയി കഴിഞ്ഞാൽ അവരെ ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന്. തുടർന്ന് ആ വഴി താഴെ ഇറങ്ങി ഇവരെല്ലാം മുന്നോട്ട് പോവാണ്. അവിടെ കുറേ വഴികളുണ്ട്. ഇവൻ ഏതെങ്കിലും ഒരു വഴി കാണിക്കും, അതുവഴി ഇവരെല്ലാം പോകും. കൂടുതൽ ചോദ്യവും പ്രശ്നങ്ങളൊന്നും നിൽക്കുന്നില്ല. ഷെരീഫ് പറയുന്നു, ബാക്കിയുള്ളവർ അനുസരിക്കുന്നു. ചെന്ന് കൊടുക്കും ഡെഡിന്റെ പോയിന്റിലെത്തും. ഇനിയിപ്പോ എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. എല്ലാവരും നമ്മുടെ റാങ്കോയെ നോക്കുമ്പോൾ, അല്ല അത് അങ്ങനെ നോക്കിയാൽ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ കയ്യിലുള്ള തീ എല്ലാവരും ഒന്ന് അണച്ചേ. എല്ലാവരും തീയൊക്കെ അണച്ചപ്പോൾ മുകളിൽ ഒരു ചെറിയ വെട്ടം കാണാം. കണ്ടില്ലേ, ആ വഴിയാണ് നമുക്ക് പോകണ്ടേന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി. ഇവരുടെ ടൗണിന്റെ അവിടുന്ന് അണ്ടർഗ്രൗണ്ടിലൂടെ ട്രാവൽ ചെയ്ത് വന്ന് ഇപ്പോൾ ഈ മരുഭൂമിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ അവസ്ഥ കണ്ടാൽ തന്നെ അറിയാം, ഒരുപാടായിട്ട് ഇവിടെ വെള്ളമില്ല. ഇവിടെ ഉണ്ടായിരുന്ന കാക്ടസ് ചെടികളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണാം. ചിലരൊക്കെ പറയുന്നുണ്ട് വെള്ളം കിട്ടാതെ ആകുമ്പോൾ കാക്ടസ് ചെടി എഴുന്നേറ്റ് നടക്കും, അതുങ്ങൾക്ക് അങ്ങനെയുള്ള കഴിവുണ്ടെന്നൊക്കെ. വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ പ്രദേശത്തൂടെ ഇവർ അങ്ങനെയും നടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരാൾ മരിച്ചു കിടക്കുന്നു. ആരാണെന്ന് നോക്കിയപ്പോൾ ഇവരുടെ ഗ്രാമത്തിലുണ്ടായിരുന്ന, ഇവരുടെ ടൗണിലുണ്ടായിരുന്ന ആ ഒരു ബാങ്ക് മാനേജറാണത്. കൂട്ടത്തിലുള്ള ഡോക്ടർ അദ്ദേഹത്തെ ചെക്ക് ചെയ്തിട്ട് പറയുന്നതാവട്ടെ, അദ്ദേഹം വെള്ളത്തിൽ മുങ്ങിയാണ് മരിച്ചതെന്ന്. ഇതെങ്ങനെ പോസിബിൾ ആവും? വെള്ളത്തിന് ഇത്രയേറെ ബുദ്ധിമുട്ടില്ലേ? ഇവർ ഒരിറ്റ് വെള്ളം കിട്ടാൻ വേണ്ടി അലയുന്ന സമയത്ത് ഇങ്ങനെ എങ്ങനെ വെള്ളത്തിൽ മുങ്ങി മരിക്കും? അതും ഈ മരുഭൂമിയിൽ. അടുത്തായിട്ട് കാൽപ്പാടുകളൊക്കെ കാണാം, അതും വെറ്റായിട്ട്. ഈ സംഭവം കഴിഞ്ഞ് അധികം സമയം ആയില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇവരെല്ലാം ചുറ്റും കൂടി നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കൂട്ടത്തിൽ ഒരാൾ കാണിച്ചു കൊടുത്ത വഴിയെ മുന്നോട്ട് സഞ്ചരിക്കുന്നു. കള്ളന്മാർ ഇതുവഴിയായിരിക്കാൻ പോയിട്ടുണ്ടാവുക. വളരെ നീണ്ട യാത്രയാണ്, മരുഭൂമിയിലൂടെ ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. അന്ന് രാത്രി റെസ്റ്റ് എടുക്കുമ്പോൾ വെസ്റ്റിലെ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇവൻ വെസ്റ്റിൽ നിന്ന് വന്നാന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ എങ്ങനെയാണ്, അവിടെ ഒരു സ്പിരിറ്റ് ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതെങ്ങനെയാന്നൊക്കെ ചോദിക്കുമ്പോൾ അതും ഇങ്ങനെ മറ്റേ ചെറവൊക്കെ ആയിട്ട് വണ്ടിയിൽ ഇങ്ങനെ പറന്ന് കിടക്കുന്ന കാവൽക്കാരൊക്കെ എപ്പോഴും ഉണ്ടാവും. ബബ ബിബി അങ്ങനെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് ഇവർക്ക് സംശയം തോന്നാത്ത വിധം സംസാരിച്ച് ഒതുക്കാനറിയാം. അല്ല ഷെരീഫ്, ഒരു കാര്യം, നിങ്ങൾ ഈ റാറ്റിൽ സ്നേക്ക് ജെയ്ക്കിനെ എങ്ങനെ നേരിടാൻ പോകുന്നേ? അതിൽ വലിയ കാര്യമൊന്നുമില്ല, അവൻ എന്റെ ബ്രദർ അല്ലേ, അവനെ ഞാൻ നോക്കിക്കോളാം. എന്നാന്ന് ബ്രദറാ? അതെങ്ങനെ ശരിയാവും? ജെയ്ക്ക് പാമ്പല്ലേ? അത് എന്റെ അമ്മയുടെ സോഷ്യൽ ലൈഫ് കുറച്ച് കൂടുതലായിരുന്നു. ഓ അങ്ങനെയാണോ ഷെരീഫ്? അല്ല ജെയ്ക്ക് നിങ്ങളെ എപ്പോഴേലും കടിച്ചിട്ടുണ്ടോ? എന്തൊരു ചോദ്യമാണിത്. ഇതൊക്കെ എനിക്ക് ജുജൂബി മാറ്റർ. അവന്റെ വിഷയമൊന്നും എനിക്ക് കേൾക്കത്തില്ല. രാവിലെ കോഫിയുടെ കൂടെ ഒരു കിക്ക് കിട്ടാൻ സ്ഥിരം യൂസ് ചെയ്യാറുണ്ട്. ദേ നോക്ക്, ഇത് കണ്ട അവൻ കടിച്ച പാടാണ് എന്നൊക്കെ പറഞ്ഞ് പൊക്കിള് കാണിച്ചു കൊടുക്കും. പിന്നെ ഇവരുടെ ടൗണിലെ ഐക്യു നിലവാരം ഭയങ്കര കിടലമായതുകൊണ്ട് ആർക്കും സംശയമൊന്നും തോന്നിയില്ല. ഈ കൂട്ടത്തിൽ ഒരാൾ എഴുന്നേറ്റ് എല്ലാവരോടും കൈ കോർത്ത് പിടിക്ക്, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഈ ഒരു മൊമെന്റ് വരെയും നമ്മുടെ റെങ്കോ ഇതൊന്നും ഇവരുടെ പ്രശ്നങ്ങളൊന്നും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. എവിടെ വരെയെങ്കിലും പോട്ടെ, എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ എന്നുള്ള മട്ടിലായിരുന്നു. എന്നാൽ ഇവിടെ ഇവരെല്ലാം വളരെ സീരിയസ് ആയിട്ട് കണ്ണടച്ച് കൈ കോർത്ത് നിന്ന് പ്രാർത്ഥിച്ച് അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഇത്രയും നാൾ തങ്ങളെ സർവൈവ് ചെയ്യുന്നുള്ള പ്രതീക്ഷ പോലും ഇല്ലായിരുന്നു. എന്നാൽ അവിടെയാണ് നമ്മുടെ ഹീറോ റെങ്കോ വന്ന് ഇവർക്ക് വിശ്വാസം കൊടുത്തത്. പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനും എല്ലാത്തിനും സൊല്യൂഷൻ കണ്ടുപിടിക്കാനും ഒക്കെ അവന് ശക്തി കൊടുക്കണം, അവന്റെ ഒപ്പം ഉണ്ടാകണം എന്നൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ റെങ്കോയെ അത് ടച്ച് ചെയ്തു. കുറച്ചുകൂടെ സീരിയസ് ആവണമെന്നും ഇവർക്ക് വേണ്ടി കാര്യമായിട്ട് വർക്ക് ചെയ്യണമെന്നും അവൻ തീരുമാനിക്കുവാണ്. രാത്രി അവരൊക്കെ കിടന്നുറങ്ങുമ്പോൾ ബീൻസ് മാത്രം മാറി നിൽക്കുന്നത് കണ്ട് റെങ്കോ അവളുടെ അടുത്തില്ലും. അവൾ ഫ്രീസ് ആയതാണെന്ന് കരുതി അങ്ങനെയല്ല, ദൂരേക്ക് നോക്കി നിന്നതാണ്. പണ്ട് മുതലേ പറയപ്പെടുന്ന, ഇവരിൽ പലരും വിശ്വസിച്ചു വരുന്ന ഒരു ഐതിഹ്യ കഥ ഇവളിനോട് പറയുന്നുണ്ട്. അതായത് ഈ ഡിസേർട്ടിലെ കാക്ടസ് ചെടികള് വെള്ളം തേടി പോകുമെന്ന്. ഇത് വോക്കിംഗ് കാക്ടസ് ആണ്, എഴുന്നേറ്റ് നടന്ന് വെള്ളമുള്ളിടത്തേക്ക് പോകുമെന്ന്. ബീൻസിന്റെ
ഇവന്റെ ചെറുപ്പം മുതലേ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട്. ആ പ്രായത്തിലൊക്കെ കാക്ടസ് ചെടികൾ രാത്രിയിൽ എഴുന്നേറ്റ് നടക്കുമോ എന്നറിയാൻ, വെള്ളം തേടി പോകുമോ എന്നറിയാൻ അവൾ എഴുന്നേറ്റ് നോക്കിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്ത ഒരിടത്ത് ചെന്ന് ജീവിക്കണമെന്ന് അവൾ അതിയായി ആഗ്രഹിക്കുന്നു. ടൗണിലുള്ളവർക്കൊക്കെ റംഗോയെ വിശ്വാസമാണെന്നും അവർക്കെല്ലാം നല്ലൊരു സുഹൃത്തായിട്ട് കൂടെ നിന്ന് ഇവൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും ഒക്കെ ഇവൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത് റംഗോയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാം ഇങ്ങനെ ഇഷ്ടപ്പെട്ട് കേട്ട് നിന്നപ്പോൾ തന്നെ അവൾ സ്റ്റക്കായി പോയി. കിട്ടിയ ചാൻസ് നമ്മുടെ ആൾ ഉപയോഗിച്ചെന്നേ നൈസായിട്ടൊരു ഉമ്മ കൊടുത്തു. അവളെ ഇഷ്ടമാണ്, അവൾക്കും ഇഷ്ടമാണ്. കാരണം ഇവൾ സ്റ്റക്കായി നിന്നതല്ല, അവനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത പോലെയായിരുന്നു പിന്നത്തെ റിയാക്ഷൻ. ഉമ്മ കൊടുത്ത് അവൻ മാറിപ്പോകുമ്പോൾ അവൾ ചിരിക്കുന്നുണ്ട്. ശേഷം അടുത്ത ദിവസം ഇവരുടെ വെള്ളം മോഷ്ടിച്ചുകൊണ്ട് പോയവരെ കണ്ടുപിടിച്ചു. അവരുടെ ആ വാട്ടർ ക്യാൻ മൊത്തത്തിൽ പൊതിഞ്ഞ് വാഹനത്തിൽ അത് മറ്റെങ്ങോട്ടോ മാറ്റുവാണ്. എല്ലാവരും കൂടെ അവർക്ക് നേരെ ഓടിപ്പിടിച്ച് ചെന്നാൽ അവർ രക്ഷപ്പെടാൻ കാരണമാകും. അതുകൊണ്ട് കൂട്ടത്തിൽ സ്പൂൺസ് എന്നൊരു പുള്ളിക്കാരനെ ഇവിടെ സിഗ്നൽ കൊടുക്കാൻ നിർത്തിയിട്ട് വേഷം മാറി നാടകം കളിച്ച് കള്ളന്മാരുടെ മുന്നിൽ ചെല്ലും. കൂട്ടത്തിലുള്ളതുങ്ങളെ പിടിച്ച് കഥാപാത്രങ്ങളാക്കിയതാണ്. ഇവറ്റോൾക്ക് ഡയലോഗും അറിയത്തില്ല. ഒടുക്കം ആ കള്ളന്മാര്, നാടകം കണ്ടു നിൽക്കുന്ന കള്ളന്മാരിങ്ങോട്ട് ഡയലോഗ് പറഞ്ഞു കൊടുക്കും. ഈ നമ്പറിൽ അവർ വീണു എന്നുറപ്പായതും അവർക്ക് നേരെ ഗണ്ണ് പോയിന്റ് ചെയ്ത്, ആനങ്ങിപ്പോരുത്, നീ നിന്റെ മൊത്തം കുടുംബവും കൈ പൊക്കി നിൽക്ക്. അക്കൂട്ടത്തിൽ മെയിൻ കള്ളൻ, ഓ എന്റെ മൊത്തം കുടുംബത്തെ നിനക്ക് വേണമല്ലേ, അത്രയൊക്കെ താങ്ങുമോ എന്നങ്ങോട്ട് ചോദിച്ചതും ആ ഏരിയ മുഴുവൻ ഇവരുടെ ആളുകൾ ചുറ്റി വളഞ്ഞു. ഇത്രയും സംഭവിച്ച് ഇവിടെ വരാനുള്ള മുഴുവൻ ആളുകളും വന്നു കഴിഞ്ഞ് സിഗ്നൽ കൊടുക്കാൻ ഏൽപ്പിച്ച് സ്പൂൺസ് സിഗ്നൽ കൊടുക്കും. ഇത് കേട്ട് കള്ളന്മാർ വാട്ടർ ക്യാനും കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. നമ്മുടെ ഹീറോയും കൂട്ടരും അവരെ പിടിക്കാൻ പുറകെ ചെല്ലുന്നു. വലിയൊരു റണ്ണിനും ചേസിനും ഒടുക്കം നമ്മുടെ പിള്ളേർക്ക് ക്യാൻ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അധികം മുന്നോട്ട് പോകാനായില്ല. നിയന്ത്രണം വിട്ട് എല്ലാം കൂടെ കറങ്ങി മറിഞ്ഞ് വീണപ്പോഴാണ് ഇവരും മനസ്സിലാക്കുന്നത് ആ ക്യാനിനുള്ളിൽ വെള്ളമില്ല, കുറച്ച് മണ്ണും ആരുടെയോ കണ്ണാടിയും മാത്രം. ഇത് കണ്ട് ഇതെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ച കള്ളന്മാരിൽ പ്രധാനി എന്നെ ചോദിക്കുന്നുണ്ട്, ഇതിൽ വെള്ളമില്ലായിരുന്നോ, പിന്നെന്തിനാ ഇത് കൊണ്ട് വന്നത് എന്ന്. ശരിക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവർ മോഷ്ടിക്കാൻ വേണ്ടി തന്നെയാണ് ബാങ്കിൽ ചെന്നത് എന്നുണ്ടെങ്കിലും നമ്മുടെ ഹീറോ ഇവർക്ക് പെർമിറ്റ് ഒക്കെ കൊടുത്ത് അങ്ങനെ അകത്ത് കയറിയെന്നുണ്ടെങ്കിലും ആ സമയം അവിടെ ക്യാൻ ഇല്ലായിരുന്നു. വെള്ളവും ക്യാനും ഒക്കെ അതിനു മുമ്പ് മറ്റാരോ മോഷ്ടിച്ചു. ബാങ്ക് മാനേജറുടെ മരണത്തിൽ ഇവർക്ക് പങ്കൊന്നുമില്ല. പിന്നെ ഇവർക്ക് എവിടെ നീ ക്യാൻ കിട്ടിയും ചോദിച്ചപ്പോൾ ഈ കൂട്ടത്തിൽ ഒരു കൊച്ചൊരുത്തൻ ഡെസേർട്ടിൽ ഈ ക്യാൻ കിടക്കുന്നത് കണ്ട് അതുമാത്രം വണ്ടി കയറ്റി കൊണ്ടുവന്നതാണ്. കവർ ചെയ്ത് കൊണ്ടുവന്നതുകൊണ്ട് അതിനകത്ത് വെള്ളമുണ്ടോ ഇല്ലയോ എന്ന് മറ്റുള്ളവർ കണ്ടില്ല. ഇവിടെ വരെ അന്വേഷിച്ചു വന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഏതായാലും മോഷ്ടിക്കാൻ ശ്രമിച്ച ഇവന്മാരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഹീറോയൊക്കെ തിരിച്ചു പോവാണ്. നാട്ടിൽ ചെന്നു. വെള്ളം കിട്ടിയില്ല എന്നറിഞ്ഞ എല്ലാവർക്കും വലിയ ആശങ്ക. ഹീറോയ്ക്കും മറുപടിയില്ല. മേയറോട് സംസാരിക്കാൻ അദ്ദേഹത്തെ തേടി ചെല്ലുമ്പോൾ ആളവിടെ ഇവിടെ ചില്ലടിച്ച് ഗോൾഫൊക്കെ കളിച്ചിരിക്കുന്നു. മേയർക്കും ഇയാളുടെ കൂടെയുള്ളവർക്കും വെള്ളത്തിന് പ്രശ്നമൊന്നുമില്ലെന്നേ. ഈ പ്രശ്നങ്ങളൊന്നും അവർ ബോധർ ചെയ്യുന്നില്ല. അവരിവിടെ കളിച്ച് ചില്ലടിച്ച് അങ്ങനെ നിൽക്കുക. അവരൊക്കെ കളിക്കുന്നിടത്ത് ഊരി വെച്ചിരുന്ന ബൂട്ട്സിൽ പറ്റിയിരിക്കുന്ന മണ്ണും വെറ്റാണ്. ഒരു കുപ്പി വെള്ളം പോലും കിട്ടാതെ വിഷമിക്കുന്ന ഈ നാട്ടിൽ ഇതെങ്ങനെ? സംശയം തോന്നിയ റംഗോ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിച്ച് ഇവിടെ ഒരുത്തൻ ഗെയിം കളിക്കാൻ മിടുക്കനാണ്. നിങ്ങളെപ്പോലെയാ മേയർ, ഈ ഗെയിമിൽ നിങ്ങൾ നല്ല കളിക്കാരനാ മേയർ. റംഗോയും കളിക്കാൻ കൂടി. സംശയത്തോടെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ വരുമ്പോൾ ദൂരെയായിട്ട് ഒരു പുതിയ ടൗൺ നിർമ്മിക്കുന്ന ദിവം കാണുന്നുണ്ട്. ഇതാണ് ഫ്യൂച്ചർ. പുതിയ ടൗൺ നിർമ്മിക്കുന്നു, വരുംകാലത്തിന് വേണ്ടി പ്രിപ്പയർ ആകുവാണെന്നാണ് അങ്ങേര് പറയുന്നത്. ഷെരീഫ്, നീ ഒരു ഷെരീഫ് മാത്രമാണ്. ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവട്ടോ. ആഹാ, പ്രശ്നമാവൂ? എങ്ങനെ? ബാങ്ക് മാനേജർക്ക് പറ്റിയ പോലെ പറ്റുമോ? റംഗോയുടെ ചോദ്യം പറച്ചിലൊന്നും ഇഷ്ടപ്പെടാത്ത മേയർ അങ്ങേരുടെ കൂടെയുള്ള ആളുകളോട് ആ റാറ്റിൽ സ്നേക്ക് ജെയ്ക്കിനെ വിളിച്ചു വരുത്താൻ പറയുന്നുണ്ട്. അന്ന് ടൗണിലുള്ള ഒരുപാട് ആളുകൾ പ്രതിഷേധിച്ചുകൊണ്ട് ഷെരീഫിന്റെ അടുത്ത് വന്നു. ഇദ്ദേഹം പറഞ്ഞു കൊടുത്ത പോലെയൊക്കെ അവർ ചെയ്തില്ലേ, അവർ വിശ്വസിച്ചില്ലേ, കൂടെ നിന്നില്ലേ. ഇദ്ദേഹം കൊടുത്ത വിശ്വാസത്തിൽ ഉറച്ചു നിന്നെങ്കിലും അതുകൊണ്ട് കാര്യം ഉണ്ടായില്ല. ഇയാൾക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല ഏതാ സംഭവിച്ചതെന്ന്, വെള്ളത്തിന് എന്താ സംഭവിച്ചതെന്ന്. ടൗണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇയാൾ കേപ്പബിൾ അല്ല എന്ന് പറയാണ്. തീർച്ചയായും വലിയ വെല്ലുവിളിയാണ് നമ്മുടെ ഷെരീഫ് ഇപ്പൊ നേരിടുന്നത്. എന്നാലും വായി കിടക്കുന്നത് നാക്കല്ലേ, സംസാരിച്ചു പോകും. ഇത്തവണ എന്തായാലും പറ്റിക്കാൻ വേണ്ടിയല്ല, കുറച്ചുകൂടെ ബോധത്തോടെ പക്വതയോടെ നിങ്ങളെല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്ക് പറ്റും. നമ്മൾ ഒരു കാരണവശാലും വിശ്വാസം കൈവിടരുത്. ദേ നോക്ക്, ഈ ഷെരീഫ് എന്ന ബോഡി ഇവിടെ ഉള്ളത്തോളം കാലം എന്നെ നിങ്ങൾ വിശ്വസിക്കണം, ഈ ടൗണിനെ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞ് നാവെടുത്തില്ല. അപ്പോഴേക്കും ബോർഡ് വെടിവെച്ച് തകർത്തിരിക്കുന്നു. നോക്കുമ്പോൾ റാറ്റിൽ സ്നേക്ക് ജെയ്ക്ക്, ഹലോ ബ്രദർ, എത്ര നാളായി നമ്മൾ കണ്ടിട്ട്, എന്ത് പറ്റി, എന്താ ഇവിടെ പ്രശ്നം? നിങ്ങൾക്ക് വെള്ളമില്ലല്ലേ? എന്നാ നിങ്ങൾ കുറച്ച് വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞ് പാമ്പ് അതിന്റെ വിഷമെടുത്ത് നമ്മുടെ ഹീറോയ്ക്ക് നേരെ നീട്ടും. പാവം റംഗോയുടെ ഒരു അവസ്ഥയെ. ജെയ്ക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്തില്ല, സംസാരിച്ചു തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴേക്കും വട്ടി പോലെ നിൽക്കുകയാണ്. അല്ല, നീ ഇവരോട് എന്താ പറഞ്ഞു വെച്ചേക്കുന്നേ? നീ ജംഗം ബ്രദേഴ്സിനെ കൊന്നു കളഞ്ഞോ? അതും ഒറ്റ ബുള്ളറ്റ് യൂസ് ചെയ്ത്? വാ, അടിപൊളി. വെസ്റ്റിൽ എല്ലാവർക്കും സുഖം തന്നെയാണോ? മറുപടിയില്ലാതെ റംഗോ പകച്ചു നിൽക്കുമ്പോൾ പാമ്പ് ഇവനെ കൊണ്ട് തന്നെ ഇവൻ വെസ്റ്റിൽ നിന്നല്ല വരുന്നതെന്നും ഇവർ ബ്രദേഴ്സ് അല്ലെന്നും ജംഗം ബ്രദേഴ്സിനെ ഇവൻ കൊന്നിട്ടില്ലെന്നും ഈ ടൗണിലുള്ളവരെയൊക്കെ പറ്റിക്കുകയായിരുന്നെന്നും ഇവരെ ഒന്നും രക്ഷപ്പെടുത്താൻ ഇവന്റെ ഒരു പ്ലാനും ഇല്ലെന്നും പറയിപ്പിക്കുന്നുണ്ട്. റാങ്കോയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചു എന്ന് മാത്രമല്ല, ഇവൻ ഒട്ടും ധൈര്യമില്ല, ഇവനൊരു വേസ്റ്റ് ആണെന്ന് അവരുടെ മുന്നിൽ തെളിയിക്കുന്നുണ്ട്. ഒറ്റ ബുള്ളറ്റ് കൊണ്ട് ജംഗിൻ ബ്രദേഴ്സിനെ കൊന്നവനാണെന്നാണല്ലോ പറഞ്ഞത്. ഇപ്പോഴും ഒരു ബുള്ളറ്റ് ഇട്ട് ഗൺ അവൻ്റെ കൊടുത്തിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ തന്നെ ഷൂട്ട് ചെയ്ത് ഇവരെ എല്ലാം രക്ഷപ്പെടുത്താൻ പറ്റുമോ നോക്കുക എന്ന് പറഞ്ഞു. പാവം റംഗോയ്ക്ക് ഈ ഒരു മാനസികാവസ്ഥയിൽ അത് ചെയ്യാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ നാണം കെടുത്തി ഇവൻ ഒരു വോയിസും ഇല്ലാണ്ടാക്കി ഈ ടൗണിൽ നിന്ന് അവനെ പറഞ്ഞു വിട്ടു. ഏറെ വിഷമത്തിലായ റംഗോ അങ്ങനെ നടന്നു പോയി ഒരു പോയിന്റിൽ അവന് കുറച്ച് വിഷൻസ് ഒക്കെ കാണാൻ പറ്റി. ഇവൻ ഏറെ
ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ആക്ടർ, അദ്ദേഹം ദൈവന്റെ മുന്നിൽ നിൽക്കുന്നു. താൻ അദ്ദേഹത്തെ പോലെ ആവാനാണ് ആഗ്രഹിച്ചത്, എന്നാൽ താൻ അദ്ദേഹത്തെ പോലെ ഒന്നും അല്ല, താൻ ഒരു പരാജയമാണ്, തന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ഈ ആക്ടർ ഇവനെ മോട്ടിവേറ്റ് ചെയ്യാണ്. മറ്റുള്ളവർ പറഞ്ഞതുകൊണ്ട് ഇവൻ കഴിവുകെട്ടവനാവുന്നില്ല. നമ്മുടെ കഴിവ് നമ്മുടെ ഉള്ളിലാണുള്ളത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്നതിന് പ്രസക്തിയില്ല. നമ്മൾ തന്നെ നമുക്കൊരു കഴിവുമില്ല, നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മുടെ തോൽവി. അങ്ങനെ ചിന്തിക്കരുത്. നീ ഒരു ഹീറോ ആവാൻ ഇറങ്ങി തിരിച്ചവനാണ്, അത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രൂവ് ചെയ്ത് കാണിക്കുക എന്ന് അഡ്വൈസ് ചെയ്തു. റംഗോയ്ക്കും ആശ്വാസം. ആളിങ്ങനെ നടന്നു ചെല്ലുമ്പോൾ അവിടെ മരുഭൂമിയിലുള്ള കാക്ടസ് ചെടികളൊക്കെ ഒരു ദിശയിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നത് ശ്രദ്ധിച്ചു. ഈ ചെടികളൊക്കെ വെള്ളമുള്ളിടത്തേക്ക് നടന്നു പോകുമെന്നൊരു ലെജൻഡ് നമ്മുടെ ഹീറോ കേട്ടിരുന്നല്ലോ. ഇപ്പോൾ ഒരേ ഡയറക്ഷനിലേക്ക് എല്ലാ ചെടികളും ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നത് കണ്ട് സംശയം തോന്നി അങ്ങോട്ട് തന്നെ പോയി നോക്കിയപ്പോൾ ഇവിടെ വെള്ളം കൺട്രോൾ ചെയ്യുന്ന ഒരു വാൽവ് ഉണ്ട്. കൂടാതെ തൊട്ടപ്പുറത്ത് വലിയൊരു സിറ്റിയും, ആവശ്യത്തിന് വെള്ളമുള്ള പച്ചപ്പുള്ള മനോഹരമായ ഒരു സിറ്റി. ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്, ഇതെല്ലാം മേയറുടെ പണിയാണ്. അയാൾ മനഃപൂർവ്വം വെള്ളമൊന്നും ഇവരുടെ ടൗണിലേക്ക് എത്താത്ത രീതിയിൽ ഇവിടെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് പുതിയ ടൗൺ നിർമ്മിച്ച് അതിലൂടെ ഒരുപാട് പൈസ ഉണ്ടാക്കാനുള്ള തന്ത്രമാണിതെല്ലാം. ഇതെല്ലാം അയാളുടെ പ്ലാൻ ആണെന്നൊക്കെ മനസ്സിലാക്കി. പക്ഷേ ഒറ്റയ്ക്ക് നാട്ടിലേക്ക് തിരിച്ചു വന്ന പ്രശ്നമാണല്ലോ. അവിടെ ആ പാമ്പുണ്ടല്ലോ, സഹായത്തിന് ആൾ വേണം. നേരത്തെ മീറ്റ് ചെയ്ത ഇവരുമായി ഫൈറ്റിലായ കള്ളന്മാരുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരുടെ അടുത്ത് ചെന്നു. ആദ്യം അവർ റംഗോയെ എതിർത്തെങ്കിലും ഇതിന് പുറകിൽ നടക്കുന്ന ചതി, മേയറുടെ വൃത്തികെട്ട പൊളിറ്റിക്സ് റംഗോ എല്ലാവരോടും പറഞ്ഞു. അയാൾ ഒരു കള്ളനാണ്, അയാളാണ് ശരിക്കും കള്ളൻ. നിങ്ങളെ കള്ളന്മാരാക്കി അയാൾ അവിടെ വലിയൊരു ടൗൺ പണിതുകൊണ്ടിരിക്കുക. ആളുകളുടെ മുന്നിൽ എണീറ്റ് നിന്ന് എല്ലാവർക്കും എല്ലാം അനുവദിക്കാം, അതിനെപ്പറ്റി പരിശോധിക്കാമെന്ന് പറഞ്ഞ് ഇരുന്നുകൊണ്ട് ഞാൻ കോപ്പ് കൊടുക്കും എന്ന് പറയുന്ന മുതു കള്ളനാണ്, ആളുകളെ പറ്റിക്കുന്നവനാണ് എന്ന് പറഞ്ഞു വെച്ചു. അവരെല്ലാം റംഗോയെ സഹായിക്കാവുന്നതായി. ഇവിടെ ഡേർട്ട് ടൗണിലാവട്ടെ നമ്മുടെ ഹീറോയിനെ എടുത്തിട്ട് കുടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിനോടകം തന്നെ മേയർ പല സമയങ്ങളിലായി അയാൾക്ക് പുതിയ ടൗൺ പണിയാൻ ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കളക്ട് ചെയ്തിരുന്നു, പല ആളുകളിൽ നിന്ന് വാങ്ങിയിരുന്നു. അതേ പ്രദേശത്ത് സ്ഥലമുള്ള നമ്മുടെ ഹീറോയിൻ ബീൻസ് അദ്ദേഹത്തിന് സ്ഥലം കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ റാറ്റിൽ സ്നേക്ക് ജെയ്ക്ക് അവളെ ഭീഷണിപ്പെടുത്തി അവളുടെ സ്ഥലം പിടിച്ചു വാങ്ങാൻ, കൊള്ളയടിക്കാൻ തന്നെ ശ്രമിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ഹീറോ തിരിച്ച് ടൗണിലെത്തി, അതും ഒറ്റയ്ക്ക്. ഓഹോ, നിനക്ക് കിട്ടിയതൊന്നും മതിയായില്ലല്ലേ, ചാകാൻ തന്നെ വന്നതാണ് എന്ന് പറഞ്ഞ് ഇവന് നേരെ വന്നതും അവിടെ മേയർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന വാൽവ് കാക്ടസ് ചെടികൾ അൺലോക്ക് ചെയ്യുന്നു. കള്ളന്മാർ ഗ്യാങ് വാൽവ് കറക്റ്റ് ടൗണിലേക്ക് തന്നെ സെറ്റ് ചെയ്ത് വെച്ചു. ആൻഡ് റാറ്റിൽ സ്നേക്ക് നിന്നത് വെള്ളം വരുന്ന അവിടെ തന്നെയായിരുന്നു. വെള്ളം അവനെ മടിച്ച് തെറിപ്പിച്ച് ദൂരെ കളഞ്ഞു. അവൻ വീണ്ടും വന്ന് നമ്മുടെ ഹീറോയെ പിടിച്ച്, നിനക്കൊരവസരം തന്നത് വെറുതെ ആയിപ്പോയി, നിന്നെ വെറുതെ വിടരുതായിരുന്നു, ഇപ്പം നിന്നെ തീർത്ത് കളയാൻ പോവാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ദോ മുകളിലൂടെ ഒരു കഴുകൻ പറന്നു പോകുന്നു. കഴുകനെ കണ്ടാൽ സ്നേഹിക്കിന് പേടിയാണ്. ഇവനിവിടുന്ന് ഓടി മാറി, കഴുകന്റെ കൈപ്പെട്ടാൽ തീർന്നില്ലേ, എന്ത് ചെയ്യണം, ഏത് വഴി രക്ഷപ്പെടണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ കഴുകൻ ദേ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ അതിന്റെ ഷേപ്പ് കണ്ടപ്പോൾ എന്തോ ഒരു സംശയവും തോന്നി. ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അത് ആക്ച്വലി കഴുകനല്ല, കള്ളന്മാരി ഗ്യാങ് യൂസ് ചെയ്യുന്ന ബാറ്റ്സ് ആണ്, വവ്വാലുകൾ. കുറെ വവ്വാലുകളെ അവരിങ്ങനെ അലൈൻ ചെയ്ത് കഴുകന്റെ രൂപത്തിൽ പറപ്പിച്ചതാണ്. കാര്യം മനസ്സിലാക്കി റാറ്റിൽ സ്നേക്ക് ജെയ്ക്ക് ബാറ്റ്സിന് നേരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഒരുപാട് വവ്വാലുകളുണ്ടേ. ഒത്തിരി നേരം ഷൂട്ട് ചെയ്ത് ഇവന്റെ കയ്യിലുള്ള ബുള്ളറ്റ്സ് എല്ലാം തീർന്നു. എന്നിട്ട് തിരിഞ്ഞപ്പോൾ ദേ നമ്മുടെ ഹീറോ അവന് നേരെ ഗണ്ണ് പോയിന്റ് ചെയ്ത്, നീ എന്താ ചോദിച്ചേ, ഒറ്റ ബുള്ളറ്റിൽ നിന്നെ തീർക്കാൻ പറ്റുമെന്നോ? പറ്റുവടാ, ഒറ്റ ബുള്ളറ്റിൽ നിന്നെ തീർത്ത് കാണിക്കാൻ ഞാൻ. എന്നാൽ അവനെ കൊല്ലുന്നതിന് മുമ്പ് അവിടെ മേയറുടെ ആളുകൾ നമ്മുടെ ഹീറോയിൻ ബീൻസിനെ പിടിച്ചു വെച്ച് അവളുടെ തലയ്ക്ക് നേരെ ഗണ്ണ് പോയിന്റ് ചെയ്തു. എടാ, നീ കുറച്ചു നേരം മുമ്പ് എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ, ഒറ്റ ബുള്ളറ്റ് വെച്ച് എന്തോ ചെയ്ത് കളയുമെന്ന്. ഒന്ന് ചെയ്തേ നീ. മോനെ റംഗോ, നിന്നെ ഇവിടുത്തെ ഷെരീഫാക്കിയതേ ഞാനാണ്. എന്നോടോ? കയ്യിലുള്ള ഗണ്ണ് താടാ. വേറെ വഴിയില്ലാതെ നമ്മുടെ റംഗോയും കയ്യിലുള്ള ഗണ്ണും കൊടുത്തു. അവർ ഇവനെയും നമ്മുടെ ബീൻസിനെയും പിടിച്ച് ബാങ്കിൽ കൊണ്ടുപോയി അതിനകത്ത് ലോക്കറിലിട്ട് പൂട്ടിയിട്ട് അതിനുള്ളിൽ വെള്ളം തുറന്നു വിടുവാണ്. ബീൻസ്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മൾ എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടും. എനിക്ക് ഓൾവേസ് ഒരു പ്ലാൻ ബി ഉണ്ടാവും. ഇതിനകത്ത് നിന്ന് ഹെൽപ്പ് ഹെൽപ്പ്, ആരെങ്കിലും ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അലറ് വിളിക്കാൻ തുടങ്ങി. അടിപൊളി, ഇവന്റെ നല്ല ഒന്നാന്തരം പ്ലാൻ. ഇതോടെ എല്ലാം തീർന്ന് ഇവനെ ഒന്നും വിശ്വസിച്ചിട്ട് കാര്യമില്ലെന്ന് ബീൻസിനും തോന്നിപ്പോയി. ഉടനെ മേയർ റാറ്റിൽ സ്നേക്ക് ജെയ്ക്കിന് നേരെ ഗണ്ണ് പോയിന്റ് ചെയ്ത്, നിന്റെ ജോലി കഴിഞ്ഞു, ഇനി നിന്നെ പോലെ ഒരാളെ വെച്ചുകൊണ്ടിരുന്ന എനിക്ക് പ്രശ്നമാണ്. എന്റെ പുതിയ ടൗണിൽ നിന്നെ എനിക്ക് ഒട്ടും ആവശ്യമില്ല. ലോക്കറിനുള്ളിൽ നമ്മുടെ റംഗോ അവന്റെ വായ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ച ബുള്ളറ്റ് എടുത്തു. നേരത്തെ മേയർ ഇവന്റെ ഗണ്ണ് വാങ്ങിയപ്പോൾ നൈസായിട്ട് അതിലുണ്ടായിരുന്ന ഒരേ ഒരു ബുള്ളറ്റ് ഇവൻ എടുത്തു വെച്ചിരുന്നേ. റംഗോ അവന്റെ വായിൽ നിന്ന് ആ ബുള്ളറ്റ് പുറത്തെടുക്കുന്നതിന് മുമ്പ് ബീൻസ് അവനെ കയറി കിസ് ചെയ്തു. ഈ നാടിന് വേണ്ടി അവൻ തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞു. അൺഫോർച്ചുനേറ്റ്ലി ഇവന്റെ വായിലുണ്ടായിരുന്ന ബുള്ളറ്റ് അവൾ അങ്ങ് വിഴുങ്ങി. ഇവന്റെ പ്ലാനാണ് ഇപ്പോൾ അവളുടെ വയറ്റിൽ കിടക്കുന്നത്. ഉടനെ നമ്മുടെ ആൾ അവളുടെ വയറിൽ പിടിച്ച് ഞെക്കി ഞെക്കി ആ ബുള്ളറ്റ് പുറത്തെടുക്കും. അത് വെള്ളത്തിലൂടെ ഒഴുകി ചെന്ന് കണ്ണാടിയിലിടിച്ച് ചെറിയൊരു പൊട്ടലുണ്ടാക്കും. അതിന്റെ കൂടെ വെള്ളത്തിന്റെ പ്രഷറും കൂടെ ആയതോടെ കണ്ണാടി പൊട്ടി വെള്ളം ഒലിച്ചിറങ്ങി മേയറിനെയും ജാക്കിനെയും ഒക്കെ ഒഴുകിക്കൊണ്ട് ബാങ്കും തകർത്ത് പുറത്തു വന്നു. പണി പാളിയെന്ന് മനസ്സിലാക്കി മേയർ നമ്മുടെ ഹീറോയോട്, നിക്ക് എന്റെ പുതിയ ടൗൺ പണിയല്ലേ, അവിടെ ഞാൻ നിനക്ക് പ്രധാനപ്പെട്ട റോള് തരാം, നമുക്കൊരു കോൺട്രാക്ട് ഉണ്ടാക്കാം, നമുക്ക് ഒന്നിച്ച് നിൽക്കാം, പ്ലീസ് റംഗോ ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് രണ്ടുപേർക്കും ഗുണമേ ഉണ്ടാവൂ എന്ന് പറഞ്ഞ് ഇവനെയും കയ്യിലെടുക്കാൻ നോക്കുമ്പോൾ പുള്ളിയുടെ തോളിനിട്ടൊരു ചവിട്ട് കൊടുത്ത് റാറ്റിൽ സ്നേക്ക് ജെയ്ക്കിന്റെ അടുത്തേക്ക് ഇയാളെ തള്ളിയിട്ടിട്ട്, ഞാൻ ഈ കളിയിലില്ല, നിങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ മതി എന്ന് പറയും. ഒരൊറ്റ ബുള്ളറ്റ് ഉപയോഗിച്ച് തന്റെ ജീവനും കൂടെ രക്ഷപ്പെടുത്തിയ റംഗോയോട് നന്ദി പറഞ്ഞ് ഈ ചതിയൻ നുണയൻ മേയറെയും വലിച്ചെടുത്തുകൊണ്ട് പോവാണ് റാറ്റിൽ സ്നേക്ക് ജെയ്ക്ക്. ഇത്രയും നാളത്തെ ഇവരുടെ ദുരിതത്തിന് അവസാനമായി. റംഗോ ഹീറോ ആയി. അവന്റെ ധീരതയിൽ ഒരു നാട് തന്നെ രക്ഷപ്പെട്ടു. എന്നിട്ട്
എന്ന് കരുതി ഹീറോയിക് ഡയലോഗും കൊണ്ട് വരണ്ട, പുതിയ തള്ളു കേൾക്കാൻ വയ്യ എന്ന് ഇവർ പറയുന്നുണ്ട്. ഏതായാലും ടൗണിൽ ആവശ്യത്തിന് വെള്ളമായി, പഴയ പോലെ കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ചില്ലായിട്ട് ജീവിക്കാൻ തുടങ്ങി. റംഗോ ബീൻസിനെ വിവാഹം ചെയ്ത് കുടുംബമായിട്ട് ജീവിക്കുമായിരുന്നെങ്കിലും അവന്റെ കർത്തവ്യങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ. അതാണൊരു ഹീറോയുടെ പർപ്പസ്. ഈ നാടിനൊരു ഹീറോയെ ആവശ്യമുള്ള പോലെ മറ്റു നാടുകൾക്ക് ഹീറോയെ ആവശ്യമുണ്ട്. അവിടങ്ങൾ ലക്ഷ്യമാക്കി തന്റെ യാത്ര തുടരുകയാണ് എന്ന് പറഞ്ഞ ബീൻസിനോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് റംഗോ യാത്ര തിരിച്ചു. തന്റെ ബുദ്ധി കൊണ്ടും കരുത്തുകൊണ്ടും പോരാടിയതിനപ്പുറം വായി കിടക്കുന്ന നാക്ക് കൊണ്ട് പോരാടിയവനാണ് നമ്മുടെ രംഗോ. പുതിയ വെല്ലുവിളികൾ തേടി യാത്രയാവുന്ന ഈ അവസാന നിമിഷവും തന്റെ പ്രിയപ്പെട്ട സഖാക്കളോട് റംഗോയ്ക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും, അടികിട്ടും, പ്രശ്നങ്ങളുണ്ടാവും, വെറുക്കപ്പെടും, തള്ളിപ്പറയപ്പെടും, ദുരന്തങ്ങൾക്ക് മേൽ ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഈ മൊമെന്റ് ചിന്തിക്കുക, എന്നെപ്പറ്റി ചിന്തിക്കുക, ഞാനെല്ലാം കാണുന്നുണ്ടെന്ന് ചിന്തിക്കുക എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവനെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന മൃഗത്തിന് തന്നെ അത് ഇഷ്ടപ്പെട്ടില്ല, അവനെ എടുത്ത് താഴെ ഇടും. വാട്ട് എവർ ഇറ്റ് ഈസ്, ഹീറോ ആണ്. തന്റെ യാത്രകൾ തുടരും. പുതിയ നാട്ടിൽ പുതിയ പ്രതിസന്ധികൾ പരിഹരിക്കാനായിട്ട് താൻ പോകുന്നു എന്ന് കാണിച്ചു തന്നുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത്. സിനിമയുടെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. തീർച്ചയായും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തറിയിക്കണം. കഥ ഷെയർ ചെയ്ത് കൊടുക്കൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് കാണാനായിട്ട് സജസ്റ്റ് ചെയ്ത് കൊടുക്കൂ. ഇങ്ങനെയുള്ള നല്ല നല്ല സിനിമകൾ കാണുന്നതിലൂടെ കേൾക്കുന്നതിലൂടെ എന്തൊക്കെ ഗുണമുണ്ടാകുന്നു മനസ്സിലാക്കി കൊടുത്ത് ലിങ്ക് എടുത്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി മറ്റൊരു ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായി കാണാം. ടേക്ക് കെയർ.